Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഇന്റർനാഷണൽ ബിസിനസ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇത് രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എംകോമിന് ഓൺലൈനായി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനും സാധിക്കും. ഓക്കെ, ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് BOP എന്താണ്? നിർബന്ധമായും പഠിച്ചിരിക്കണം. നമ്മളത് 3 വെയിറ്റേജ് ആയിട്ടും SC ആയിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്കത് 2 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കാം. സോ BP റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ടാരിഫ് ബാരിയേഴ്സ് എന്താണ്? ടാരിഫ് ബാരിയേഴ്സ് എന്താണ്? അതല്ലെങ്കിൽ നോൺ ടാരിഫ് ബാരിയേഴ്സ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. നോൺ ടാരിഫ് ബാരിയേഴ്സ്, അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇനി അതിൽ തന്നെ പലതരത്തിലുള്ള ടാരിഫ് ബാരിയേഴ്സിലൊക്കെ പലതരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്. അതിലൊരെണ്ണമാണ് എഡ് വലാരം ടാരിഫ്സ്. സോ അത് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. എഡ് വലാരം ടാരിഫ്സ്. സോ നോക്കിയിരിക്കണം. ഓക്കെ, ആ പലതരത്തിലുള്ളത് പരമാവധി കവർ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഫ്രാഞ്ചൈസിങ് എന്താണ്? അതുപോലെ തന്നെ മറ്റൊന്നാണ് ലൈസൻസിങ് എന്താണ്? സോ ഇതിലേതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടേൺ കീ കോൺട്രാക്ട് അല്ലെങ്കിൽ ടേൺ കീ പ്രോജക്ട്സ് എന്ന് പറയും. സോ ടേൺ കീ പ്രോജക്ട്സ് എന്താണ്? ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ടേൺ കീ പ്രോജക്ട്സ് എന്താണ് അല്ലെങ്കിൽ കോൺട്രാക്ട്സ് എന്താണ്? അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ മറ്റൊന്നാണ് വേർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ എന്താണ്? വേർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ എന്താണ്? നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. ദെൻ അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അത് 3 ആയിട്ടും അതുപോലെ തന്നെ 5 വെയിറ്റേജ് ആയിട്ടും വരാറുണ്ട്. FDI എന്താണ്? അതുപോലെ തന്നെ FPI എന്താണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം പല ടേമുകളുണ്ട്. അതോറിറ്റീസ്, അതിലേതെങ്കിലും ഒരെണ്ണം റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. നമ്പർ 1 NAFTA. അതുപോലെ തന്നെ സാർക്ക് എന്താണ്? ദെൻ ASEAN എന്താണ്? ഇതിലേതെങ്കിലും ഒരെണ്ണം. പിന്നെ ട്രിപ്സ് എന്താണ്? അതുപോലെ തന്നെ ദോഹ എഗ്രിമെൻറ്റിൻ്റെ DDA എന്താണ്? ഓക്കെ, പിന്നെ WTO IMF, ഇതൊക്കെ നിങ്ങൾ എന്തായാലും SCക്ക് നോക്കണം. ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ. WTO അതുപോലെ തന്നെ IMF, ഇതൊക്കെ എന്താണെന്നുള്ളത് ചോദ്യം ചോദിക്കാം. വേൾഡ് ബാങ്ക്. ഓക്കെ, വേൾഡ് ബാങ്ക്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ എന്താണ് സിമ്പിൾ എക്സ്പ്ലനേഷൻ നോക്കി വയ്ക്കണം കേട്ടോ, നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് ഇന്റർനാഷണൽ സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്? ഇന്റർനാഷണൽ സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്? നിർബന്ധമായി നോക്കിയിരിക്കണം. നമ്മൾ 2 വെയിറ്റേജിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് എന്താണ്? കണ്ടുവന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ മറ്റൊന്നാണ് സിമ്പിൾ കൺസെപ്റ്റ് വരുന്നത്, ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്? ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്? നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് റിപ്പീറ്റ് ചോദ്യത്തിൽ SDR എന്താണ്? ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ചില സമയത്ത് ജസ്റ്റ് ടേംസ് ഓഫ്
ട്രേഡ് എന്താണ്, അങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. ദെൻ മാനേജ്മെന്റ് ഓഫ് കോൺട്രാക്ട് എന്താണ്, എക്സ്പെക്ട് ചെയ്യാം മറ്റൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ MFN എഗ്രിമെന്റ് എന്താണ്, എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഈ പറയുന്ന സമയത്ത് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിൽ ഏതെങ്കിലും ഒരെണ്ണം ടൈപ്സിൽ കൾച്ചറൽ ഉണ്ട്, ഇക്കണോമിക് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെപ്പറേറ്റ് എടുത്തിട്ടും ചോദിക്കാം. അപ്പോൾ ആ ടൈപ്സ് നോക്കിയിരിക്കണം കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ആ ഒരു കാര്യം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് MNC, മൾട്ടിനാഷണൽ കമ്പനി, MNC. അതുപോലെ തന്നെ ചിലപ്പോൾ ഗ്ലോബൽ കമ്പനി, MNCസിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്ലോബൽ കമ്പനി എന്താണ്, ഗ്ലോബൽ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഗ്ലോബൽ കമ്പനി ആ കൺസെപ്റ്റ് എടുത്ത് ചോദിക്കാം, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഇന്റർനാഷണൽ ബിസിനസ് എത്തിക്സ് എന്താണ്, ഇന്റർനാഷണൽ ബിസിനസ് എത്തിക്സ് എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പല തിയറീസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു തിയറി ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള തിയറി ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം, നിർബന്ധമായി നോക്കിയിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൊട്ടക്ഷനിസം എന്താണ്, പ്രൊട്ടക്ഷനിസം. ഓക്കെ, പ്രൊട്ടക്ഷനിസം എന്താണ്. അതുപോലെ തന്നെ ഇന്റർനാഷണലൈസേഷൻ എന്താണ്, ഇന്റർനാഷണലൈസേഷൻ എന്താണ്, നമുക്ക് 2 വെയിറ്റേജിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഒരു 2 സജഷൻ കൂടിയും തരാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്താണ്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ആ ഒരു സജഷൻ കൂടി നൽകുന്നു. നമുക്ക് കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്, അതുപോലെ തന്നെ വാല്യൂ ചെയിൻ അനാലിസിസ്, അതുപോലെ തന്നെ നമുക്ക് വാല്യൂ ചെയിൻ അനാലിസിസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് നമുക്ക് 7 ചോദ്യങ്ങളാണ് പാർട്ട് എയിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് ഒരു വലിയ പേപ്പർ ആയതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ എന്താണെന്നുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് എ കംഫർട്ടബിൾ ആയിട്ട് കയ്യിൽ കിട്ടും കേട്ടോ. സോ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത? നമ്പർ 1 BP എന്താണ്, നിർബന്ധമായി നോക്കുക. ടാരിഫ് ബാരിയേഴ്സ്, നോൺ ടാരിഫ് ബാരിയേഴ്സ്, പിന്നെ ടാരിഫ് ബാരിയേഴ്സിലുള്ള പല കാറ്റഗറൈസേഷൻസിൽ അഡ്വലാറം റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. ദെൻ ബാക്കിയുള്ളത് നോക്കുക. ഫ്രാഞ്ചൈസിങ് എന്താണ്, ലൈസൻസിങ്, ടേൺകീ പ്രോജക്ട്സിനെ പറ്റിയുള്ള ചോദ്യം കണ്ടുവന്നിട്ടുള്ളതാണ്. വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്താണ്, ദെൻ FDI എന്താണ്, FPI എന്താണ്, പിന്നെ പല അതോറിറ്റീസ് NAFTA, സാർക്ക്, ASEAN, ട്രിപ്സ്, DDA, WTO, IMF, വേൾഡ് ബാങ്ക്, ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും ഉണ്ടാവുന്നതാണ്. ദെൻ ഇന്റർനാഷണൽ സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്, ഗ്ലോബൽ കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് എന്താണ്, ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ്, അതിന്റെ ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ വരാറുണ്ട്. SDR എന്താണ്, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്, ടൈംസ് ഓഫ് ട്രേഡ് എന്താണ്, മാനേജ്മെന്റ് ഓഫ് കോൺട്രാക്ട്, MFN എഗ്രിമെന്റ് റിപ്പീറ്റ് ആണ്. ദെൻ MNCs എന്താണ്, ഗ്ലോബൽ കമ്പനി എന്താണ്, ഇന്റർനാഷണൽ ബിസിനസ് എത്തിക്സ് എന്താണ്, പല തിയറീസ് ഉണ്ട് നമുക്ക്. അതിൽ ഏതെങ്കിലും ഒരു തിയറി പ്രതീക്ഷിക്കാം, ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ഫോർ എക്സാമ്പിൾ. പിന്നെ പ്രൊട്ടക്ഷനിസം എന്താണ്, ഇന്റർനാഷണലൈസേഷൻ എന്താണ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്താണ്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസോ വാല്യൂ ചെയിൻ അനാലിസിസോ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നിർബന്ധമായും അപ്പോൾ ഇത് നോക്കുക. ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ഇതാണ്, പിന്നെ വരുന്നൊരു 7 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്ര ചോദ്യങ്ങളിൽ നിന്ന് പാർട്ട് എ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കിട്ടും കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട്. റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യം വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെങ്തി ആയിട്ട് വായിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം സജഷൻസ് തരേണ്ട വന്നേ. ദെൻ നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.